പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം പാഷൻ ഈസ് പവർ. അതെ, അഭിനിവേശം. ഈ അഭിനിവേശം ഒരു ശക്തിയാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഈ ശക്തി ചോർന്ന് പോകുന്നതാണ് പലരുടെയും പ്രശ്നം. എനിക്ക് മനഃശക്തിയില്ല, അല്ല ഒന്നിനും ഒരു കരുത്തില്ല. സാമ്പത്തികമായ രീതിയിൽ നമ്മൾ തകരാൻ കാരണം ഈ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ തളർത്തുന്നുവെങ്കിൽ അതിന് കാരണം നമുക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻഹറൻ്റായിട്ടുള്ള ശക്തിയെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. അതിനാദ്യം നമുക്ക് സ്വാതന്ത്ര്യമുള്ള ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ അഭിനിവേശം. ഈ അഭിനിവേശത്തെ വളർത്തിയാൽ, ശക്തി പ്രാപിച്ചാൽ എന്തും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ എന്തായി അഭിനിവേശം? പാഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഓരോ വ്യക്തികളും ഓരോ തരമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കും ചില കാര്യങ്ങളിൽ അഭിനിവേശം ഉണ്ടാകും, അതിനെ അങ്ങ് വളർത്തുക എന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളും ഓരോ തരമാണ്. ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഇല്ലാത്തതാണ്, മറ്റൊരാൾക്കുള്ളത് നമുക്കും ഇല്ല. അപ്പോൾ ഏതാണോ നമ്മളുടെ ഏരിയ ഓഫ് ഫോക്കസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഷനേറ്റീവായിട്ടുള്ള അഭിനിവേശമുള്ള ഒരു കർമ്മം, അത് സെലക്ട് ചെയ്യണം. 1, 2, 3 ഒക്കെ ഉണ്ടാകും പലർക്കും. ഉദാഹരണം പറഞ്ഞാൽ അത് ഇന്ന കർമ്മമൊന്നുമില്ല. ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതെന്ത് എന്ന് തോന്നും. പക്ഷെ അയാളെ സംബന്ധിച്ച് അത് സന്തോഷം ഉളവാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് അയാൾ അഭിനിവേശമായി കഴിഞ്ഞു. അതിലൂടെ അയാൾക്ക് പ്രത്യേക ഒരു പവർ ഉണ്ടാകുകയാണ്. അവരുടെ ഓറ അങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഓറ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെ ഊർജ്ജ സ്രോതസ്സ്. അത് ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ നെട്ടോട്ടം ഓടുകയാണ്. എന്തെല്ലാം കുറുക്ക് വഴി തേടി നടക്കുകയാണ്. അങ്ങനെ കുറുക്ക് വഴി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കർമ്മത്തിൽ പാഷനേറ്റീവായിട്ട് അഭിനിവേശത്തോടു കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്ന അവിടെ അറിയില്ല, വിശപ്പ് അറിയില്ല, മടുപ്പ് തോന്നുന്നില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ അത് നിഴലിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ ഓറ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അഭിനിവേശത്തിലാണ് അത് ചെയ്യുന്നത്. ഉദാഹരണം ഒരു വീട്ടമ്മയാണെന്ന് വിചാരിക്കുക. അവരവരുടെ കർമ്മങ്ങളിൽ എപ്പോഴും ജാഗരൂകരയാണ്, അതോടൊപ്പം തന്നെ സന്തോഷവതിയാണ്. അടുക്കും ചിട്ടയോടും കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. സമയബന്ധിതമായ ഓരോ കാര്യങ്ങൾ നിൽക്കുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചടുലമായിട്ട് ചെയ്യുന്നു. അതൊരു അഭിനിവേശമാണെങ്കിൽ ഒരു വല്ലാത്ത ശക്തിയായിരിക്കും. ഇനി സാധാരണ ഒരു മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവരവരുടെ കർമ്മത്തിൽ ഫുൾ ഡെഡിക്കേഷനോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ അഭിനിവേശത്തിലാണ് ആ തൊഴിലിൽ. അവർക്ക് വല്ലാത്തൊരു പവറായിരിക്കും, വല്ലാത്തൊരു ശക്തിയായിരിക്കും. അവരിലൊരു ഓറ ഡെവലപ്പ് ചെയ്യും. അവിടെയാണ് ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത്. വെറും നമ്മൾ സ്വീപ്പറായിരിക്കാം, ഒരു തൂപ്പ് ജോലിയായിരിക്കാം, പക്ഷെ അതിനെ വളരെ മാന്യമായി കണ്ടുകൊണ്ട് അഭിനിവേശത്തോടു കൂടിയാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിലൊരു വല്ലാത്തൊരു പവർ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ കർമ്മ മണ്ഡലത്തിലും അഭിനിവേശമില്ലെങ്കിൽ അവിടെ ശക്തി കുറയുന്നു, അവിടെ പരാജയം തുടങ്ങുന്നു. ഈ വ്യക്തി ടോട്ടൽ ഫ്ലോപ്പായി പോകും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ അഭിനിവേശമുള്ള ഏതെങ്കിലും ഒരു രംഗം, ഒരുപക്ഷെ നമ്മുടെ ബോഡി ബിൽഡപ്പിനായിരിക്കും, അല്ലെങ്കിൽ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനകത്തൊരു അഭിനിവേശം ഉണ്ടായിരിക്കും. ചിലർക്ക് അഭിനിവേശം കൊതിന്നുണം പരദൂഷണം പറയുക കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്തൊരു ആത്മസംതൃപ്തി ഉണ്ടാകും, പക്ഷെ അത് നെഗറ്റീവായിട്ട് അടിക്കത്തേ ഉള്ളൂ. നല്ല ഡയറക്ഷനിലേക്ക്, പോസിറ്റീവായ ഡയറക്ഷനിലേക്ക് അഭിനിവേശമുള്ള ഏതെങ്കിലും ഒരു കർമ്മം, ഒരു തൊഴിൽ, അത് 1, 2, 3 നിങ്ങൾ മുറുകെ പിടിക്കുക. സാധാരണ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളായിരിക്കും, തയ്യൽ തൊഴിലാളിയായിരിക്കാം, ഒപ്പം വലിയൊരു ടെക്സ്റ്റൈൽ നടത്തുന്ന ആളായിരിക്കാം. ഇത് രണ്ടിനകത്തും ആ വ്യക്തിക്കുള്ള പാഷനാണ്, അഭിനിവേശനാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ശക്തി പ്രാപിപ്പിക്കും. അവർക്ക് സർവ്വവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ചെറുതോ വലുതോ ഒന്നുമില്ല, വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പറയുന്നത്. ഒരു തൊഴിൽ, ഒരു കർമ്മമാണ് വർഷിപ്പ്, ആരാധന. ഈ കർമ്മത്തിൽ ഫോക്കസ് ഇല്ലാത്തവർക്ക്, അഭിനിവേശം ഇല്ലാത്തവർക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും. അവർക്ക് എപ്പോഴും ദുഃഖങ്ങളും ആവലാതികളും വേവലാതികളും പരദേവരും ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. പരിതാപനങ്ങളായിരിക്കും അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നാഗ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള കമ്പനി ആയിരിക്കും അവരിൽ അടുത്ത് കൂടുക, സാഹചര്യങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ. എന്നിട്ടോ ജീവിതം അധോഗതിയിലേക്ക് പോകും. അതിൽ കരകയറാൻ അഭിനിവേശത്തോടു കൂടി ഏതെങ്കിലും ഒരു കർമ്മം ഏതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, ചിന്തിക്കുക, കിട്ടും തീർച്ചയായിട്ടും. അതിലങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലോ നിങ്ങളുടെ ഓറ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും അവർക്ക് പിടിച്ചു കയറാൻ പറ്റും. അവർ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് പലരും ദുഃഖത്തിൽ പെട്ടുപോകുന്നത്, നിസ്സഹായ അവസ്ഥയിലായി പോകുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അഭിനിവേശമുള്ള, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗാർഡനിങ് ആയിരിക്കും, ഒരു ചെടി നടുന്നതിനകത്തും അത് വളർന്നു വരുന്നതിനകത്ത് സന്തോഷമുണ്ടെങ്കിൽ, അത് പാഷനേറ്റീവ് ആണെങ്കിൽ, കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷമുള്ള മറ്റൊരു എലമെൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തളരില്ല. ഒരു കുഴിയിലേക്ക് നാം വീണുപോയി, ഡിപ്പിലേക്ക് വീണുപോയെന്ന് വിചാരിക്കുക, വലിയ അഗാധമായ ഗർത്തമാണ്. പിടിച്ചു കയറാൻ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ കിടന്ന് ചത്തുപോകുന്നത്.
എന്നാൽ പിടിച്ചു കയറാൻ പിടി വള്ളി സൈഡിലുണ്ടല്ലോ, അതേ പിടിച്ച് രക്ഷപ്പെടും. ഈ പിടിവള്ളിയാണ് പാഷനേറ്റിന് അഭിനിവേശത്തോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ കണ്ടോ, 1, 2 എത്ര വേണമെങ്കിൽ, മിനിമം ഒരു ഏരിയയെങ്കിലും അഭിനിവേശത്തോടു കൂടി ജീവിക്കുമ്പോഴാണ്, ഓരോ ദിവസവും ജീവിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്, സക്സസ്സിലേക്ക് എത്തുക. അതൊരു ശക്തിയാണ്, പവറാണ്. എനിക്കറിയുന്ന ഒരു C ക്ലാസ് കട നടത്തുന്ന ഒരു രാമേട്ടനുണ്ട്. അദ്ദേഹം പൊതുവേ രാവിലെ വരും, 5-5:30 ആകുമ്പോൾ കടയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അടുക്കും ചിട്ടോടിൽ വൃത്തിയോട് വെക്കുന്നു. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ പ്രത്യേക ചൈതന്യമാണ്. ഒറ്റ ദിവസം പോലും മുടക്കില്ല. മറ്റ് ചെറിയ ചെറിയ വീട്ടിലെ പരിപാടികളോ ബന്ധുമിത്രാദികളുടെ കല്യാണമോ കാര്യങ്ങളോ പുള്ളിക്കാൻ പോവില്ല. പുള്ളിക്ക് ഈ കടയാണ് ഏറ്റവും, ഈ കച്ചവട സ്ഥലമാണ് പുള്ളിയെ സംബന്ധിച്ചൊരു എനർജി നൽകുന്നത്. അവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോടൊക്കെ സൗഹാർദ്ദവനെ പെരുമാറും. അദ്ദേഹം ഈ ജോലി ഇല്ലാത്ത സമയത്തൊക്കെ പേപ്പറൊക്കെ നല്ലോണം വായിക്കും, പുസ്തകങ്ങളൊക്കെ വായിക്കും, വരുന്നവരുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു കൗൺസിലറുടെ, ഒരു അധ്യാപകൻ്റെ രീതിയിലാണ് അദ്ദേഹം ഈ കച്ചവടം നടത്തുമ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിൽ ഇദ്ദേഹത്തിന് ഒരു നല്ല ബഹുമാനം, റെസ്പെക്റ്റാണ്. പറഞ്ഞു വരുമ്പോൾ C ക്ലാസ് കട നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി പൊതുവേ മൂന്നാമത് ആൾക്കാർ സംസാരിക്കുമ്പോഴും ഒരു കൃത്യമായ രീതിയിലൊരു കാഴ്ചപ്പാടോടായിരിക്കും. ഇങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഒരു ഫംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. ഒരു കല്യാണ പാർട്ടി നടക്കുകയാണ്, തലേദിവസത്തെ ഫംഗ്ഷനാണ്. നിരവധി 60-70 ആൾക്കാരുണ്ട് അവിടെ, അയൽവക്കക്കാരൊക്കെ ആയിട്ട്. ഇദ്ദേഹം കടന്നു വരുമ്പോഴത്തേന് എല്ലാവരും പെട്ടെന്ന് എന്തെന്നില്ലാത്ത രീതിയിലൊന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് നോക്കും, ചിലരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. വാ രാമേട്ട. ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, ആ നാട്ടിലെ ഒരു വലിയൊരു കോൺട്രാക്ടർ വന്നു. ഒരു ബിൽഡറാണ് അദ്ദേഹം, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതാണ്. അയാൾ വലിയൊരു കാറിലൊക്കെ വന്നിറങ്ങി. അദ്ദേഹം ഇങ്ങനെ നടന്നു വന്നു, അങ്ങോട്ട് കയറി ഒരു കസേരയിരുന്നു. ആരൊക്കെ കൈ കാണിച്ചു, അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്നു, 1-2 പേര് സംസാരിക്കുന്നു. അവിടെ ഉള്ളവർക്കൊന്നും വലിയ മതിപ്പൊന്നുമില്ല, ഇദ്ദേഹത്തെ വലിയ ശ്രദ്ധയൊന്നുമില്ല, ഒരു പുച്ഛം. പറഞ്ഞു വരുമ്പോൾ 2 തലങ്ങളിൽ ജീവിക്കും. മറ്റു 2 പേരും കച്ചവടം ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പവറായി ഈ രാമേട്ടൻ C ക്ലാസ് കളയ നടത്തുന്നത്. ആ ഉള്ള കർമ്മത്തിൽ അങ്ങേയറ്റം പാഷനേറ്റീവായിട്ടാണ്, ശ്രദ്ധയോടാണ് പോകുന്നതെങ്കിലോ ആ വ്യക്തി കടന്നു വരുമ്പോൾ തന്നെ ഒരു സൈക്കിക് ഫീൽഡ് എനർജി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓറ അങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരേ കർമ്മത്തിന് ഒരേ തൊഴിലിൽ നിന്ന് നിരവധി ആൾക്കാരുണ്ടാവും. പക്ഷേ പാഷനേറ്റീവായിട്ട് അഭിനിവേശമുള്ള വ്യക്തികൾക്ക് ചുറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അവിടെ ദൈവത്തിൻ്റെതായ പ്രസൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ തളർത്താൻ ആർക്കും പറ്റില്ല. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാവും, ഒരു വ്യത്യസ്ത വൈവിധ്യം ഉണ്ടാവും, എന്തിനെ സ്വീകരിക്കാനുള്ളൊരു കഴിവുണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശാന്തി അവരിലുണ്ടാവും. ഇതെല്ലാം അഭിനിവേശത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ജനിക്കുമ്പോൾ ആരും ഇതൊന്നും കൊണ്ട് വന്നതല്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പം അവനവൻ്റെ കർമ്മപഥത്തിൽ അത് എത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിൽ 100% ഡെഡിക്കേറ്റോട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പാഷനേറ്റീവായി